സീരീസ് തുടങ്ങുമ്പോൾ 3 പെൺകുട്ടികൾ ഇരുന്ന് ഒരു സീക്രട്ട് പറയുകയാണ്. നിങ്ങൾ ആ മലമുകളിലെ അടച്ചിട്ടിരിക്കുന്ന തീം പാർക്ക് കണ്ടിട്ടില്ലേ? അവിടെ ഒരു മജീഷ്യൻ ഉണ്ട്. ആള് ശരിക്കും മാജിക് ഒക്കെ ചെയ്യും. ഒരു മനുഷ്യനെ പകുതിയാക്കാനും എന്തിന് അയാളെ എന്നേക്കുമായി അപ്രത്യക്ഷമാക്കാനും ആൾക്ക് കഴിയും. ആള് മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കും. അതെന്താണെന്നറിയോ? നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഇത് പറയുന്നതോടുകൂടി ഈ 3 പെൺകുട്ടികളും ആ സ്കൂളിലെ മറ്റു കുട്ടികളും കൂടി ഒരു അടിപൊളി സോങ്ങും അതിനനുസരിച്ചുള്ള ഡാൻസും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഡാൻസിന്റെ ഇടയിൽ ഇവർ പറഞ്ഞ ആ മജീഷ്യനെയും കാണിക്കുന്നു. അങ്ങനെ ഒരു അടിപൊളി ഇൻട്രോ സോങ്ങോടുകൂടി ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ഹെഡിങ്ങോട് കൂടിയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരീസ് തുടങ്ങുമ്പോൾ നമ്മുടെ നായിക, അവളുടെ പേര് യൂനായി എന്നാണ്, ലേറ്റായി സ്കൂളിലേക്ക് ഓടുകയാണ്. വെക്കേഷൻ എല്ലാം തീർന്ന് 2ാം വർഷ ഹൈസ്കൂളിലെ ഒരു ക്ലാസ് ആണ് കാണിക്കുന്നത്. അവരുടെ പുതിയ ക്ലാസ് ടീച്ചർ വന്ന് അറ്റൻഡൻസ് എടുക്കുന്നു. ഈ സാറ് ക്ലാസ് ടീച്ചർ ആയതിന്റെ വിഷമം എല്ലാവരുടെയും മുഖത്തുണ്ട്. സ്റ്റെയർ കേസ് ഓടി വരുന്ന നമ്മുടെ യൂനായി വീഴുമ്പോൾ ഒരു ബോയ് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നു. അത് ശ്രദ്ധിക്കാതെ അവൾ അവിടെ നിന്നും സ്പീഡിലോടി ക്ലാസ്സിൽ എത്തുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റായി വന്നതിന് സാർ ഇവളെ വഴക്കു പറയുന്നു. ആ ടൈമിൽ അവിടേക്ക് മറ്റൊരു ബോയ് കൂടി എത്തുകയാണ്. യൂനായിനെ നേരത്തെ ഹെൽപ്പ് ചെയ്ത ആ ബോയ് തന്നെയാണ് ഇവൻ. സോ ഇവൻ ഈ സീരീസിലെ മറ്റൊരു നായകനാണ്. ഇവന്റെ പേര് നാൽദങ് എന്നാണ്. ഇവൻ നോക്കുമ്പോൾ യൂനായിയുടെ കാല് മുറിഞ്ഞത് കാണുന്നുണ്ട്. അറ്റൻഡൻസ് ലിസ്റ്റിൽ ഇവന്റെ പേര് കാണുന്ന സാറിന് പെട്ടെന്നാണ് ഓർമ്മ വരിക ഇവൻ സ്കൂളിലെ തന്നെ ടോപ്പ് സ്റ്റുഡന്റ് ആണെന്ന്. നിന്നെ പറ്റി പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ടുണ്ട്, മോൻ പോയിരിക്കെ എന്നിവനോട് പറഞ്ഞ ശേഷം എന്നാ പിന്നെ നീയും പോയിരുന്നോ, തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് സാർ ഇവളോട് പറയുകയാണ്. സീറ്റിൽ പോയിരിക്കുന്ന ഇവൾ അമ്മയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. ബസ് ലേറ്റ് ആയ കാരണം ഞാൻ സ്കൂളിൽ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പക്ഷെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടി കാരണം ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. നെക്സ്റ്റ് സീനിൽ ലഞ്ച് ബ്രേക്ക് ആണ് കാണിക്കുന്നത്. ഇവര് സ്കൂളിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. യൂനായി അവളുടെ പ്ലേറ്റിൽ കുറച്ചധികം ഫുഡ് എടുത്ത് അത് കയ്യിലുള്ള തന്റെ മറ്റൊരു പാത്രത്തിലേക്ക് ആരും കാണാതെ മാറ്റുമ്പോൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി തട്ടി അത് താഴെ വീഴുകയാണ്. ഒരു ചമ്മൽ തോന്നുന്ന യൂനായി വേഗം തന്നെ ആ ഫുഡ് വാരിയെടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ ക്ലാസ്സിലൊരു പെൺകുട്ടി, ഇവളുടെ പേര് ഹന എന്നാണ്. ഇവൾ ചെന്ന് നാൽദങ്ങിനോട്, എടാ നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടി എന്താ ഊമയാണോ, ആരോടും മിണ്ടത്തൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് ഇവൻ മറുപടി പറയുക. അപ്പൊ ഹനയുടെ കൂടെയുള്ള അവളുടെ ഫ്രണ്ട്, ഇവളുടെ പേര് കിം സോഹി എന്നാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നീ എല്ലാ സബ്ജക്റ്റിലും ടോപ്പാണ്, പക്ഷെ മാത്സിന്റെ കാര്യത്തിൽ എപ്പോഴും അവളാണ് ഫസ്റ്റ് അടിക്കാറ്. അങ്ങനെ വരുമ്പോ നിനക്ക് അവളെ പറ്റി അറിയാതിരിക്കൂ. ഇത് കേൾക്കുന്ന ഹന, ആഹാ അപ്പൊ ആള് കാണുന്ന പോലെയല്ലല്ലോ, സ്മാർട്ടൊക്കെ ആണല്ലേ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലേക്ക് വരുന്ന യൂനായി ആരും കാണാതെ ആ ലഞ്ച് ബോക്സ് ബാഗിലിടുകയാണ്. ഈ ടൈമിൽ നാൽദങ്, നീ എവിടെയാ മാത്സ് ട്യൂഷൻ പഠിക്കുന്നത്? നീ മാത്സിൽ ടോപ്പ് ആയതുകൊണ്ടൊന്നും അല്ല ചോദിച്ചത്, നിന്റെ ട്യൂഷൻ ടീച്ചർ എന്റെ ടീച്ചറിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു, അതാ ചോദിച്ചെന്ന് പറയുന്ന ഇവനോട് ഇവളൊന്നും മിണ്ടുന്നില്ല. സ്കൂൾ വിട്ടു പോകുമ്പോൾ ഇവള് അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ അന്നൊരു ദിവസത്തേക്ക് ഒരാളെ ജോലിക്ക് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവിടെ ജോലിക്ക് കയറുന്നു. അവിടെ ഇരുന്ന് അവൾ പഠിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിലെ വേസ്റ്റ് ഒക്കെ കളയുന്ന ടൈമില് കുറച്ച് മാത്രം കഴിച്ച് ആരോ കളയാൻ വെച്ച ഒരു ബർഗർ എടുത്ത് ഇവൾ കഴിക്കാൻ നോക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കടയുടമ അവിടെ എത്തുമ്പോൾ ഇവൾ ഞെട്ടിയിട്ട് അത് വേസ്റ്റ് ബിന്നിലിടുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്ന ഇവൾക്ക് ഇവൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കാശ് ആ കടയുടമ നൽകുന്നുണ്ട്. നീ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി പോയത് കൊണ്ട് ഒരു വേക്കൻസി ഉണ്ട്, നീ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ട് ഇവൾ ഭയങ്കര ഹാപ്പി ആവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ക്യാഷ് കൊണ്ട് ഭക്ഷണം വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇവള് കണക്ക് കൂട്ടുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലെ ആ കാശ് പറന്നു പോകുന്നു. അതെടുക്കാൻ പോകുമ്പോൾ വീണ്ടും വീണ്ടും അത് പറന്നു പോവുകയാണ്. ആ കാശിന്റെ പിന്നാലെ ഇവൾ ഓടുന്നത് വളരെ മനോഹരമായ രീതിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ എത്തുന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്താണ്. കാശിന്റെ പിന്നാലെ ഓടിയത് കൊണ്ട് ഇവൾ അവിടെ എത്തിയത് പോലും അറിഞ്ഞില്ല. ഒരു വലിയ ഗേറ്റ് കാണുന്ന ഇവള് അതിന്റെ ഉള്ളിൽ കയറി ആ കാശ് എടുക്കാൻ നോക്കുന്നു. പെട്ടെന്ന് തന്നെ ആ കാശ് പറന്ന് ഒരാളുടെ കയ്യിൽ എത്തുകയാണ്. അത് നമ്മുടെ നായകനായ മജീഷ്യനാണ്. ആളുടെ പേര് റിയൂൾ എന്നാണ്. പേടിച്ചു നിൽക്കുന്ന ഇവളോട്, നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നിവൻ ചോദിക്കുന്നത് കേട്ട് ഇവൾ ഉറക്കെ നിലവിളിച്ച് കണ്ടം വഴി ഓടുകയാണ്. അങ്ങനെ ഓടി വീട്ടിലെത്തുന്ന ഇവളുടെ അടുത്തേക്ക് ഇവളുടെ അനിയത്തി എത്തുകയാണ്. ഇവര് രണ്ടുപേരും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. വരുന്ന വഴിക്ക് ഒരു വട്ടനെ കണ്ടു എന്നിവൾ പറയുമ്പോൾ അനിയത്തി കീറിയ ഇവളുടെ പാൻസ് നോക്കി, ഇതാണോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് കളിയാക്കുന്നുണ്ട്. ജോലി ചെയ്ത കാശ് പോയി എന്ന് പറയുന്ന യൂനായിയെ കുഞ്ഞു സിസ്റ്റർ സമാധാനിപ്പിക്കുന്നുണ്ട്. വീട്ടിലെത്തി ഫുഡ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വീട്ടിൽ
വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് കാണുന്ന സിസ്റ്റർ, ഇന്ന് സ്കൂളിൽ ലഞ്ചില് എനിക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ കഴിച്ചു, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പാവം കൊച്ചനിയത്തി കിടക്കാൻ പോവുകയാണ്. ഇതിൽ നിന്നും ഇവരുടെ അവസ്ഥ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പോക്കറ്റിൽ കൈയിടുന്ന ഇവൾക്ക് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുകയാണ്. ആ മെജീഷ്യന്റെ ആയിരിക്കും അത്. ഇതെങ്ങനെ വന്നു എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ വീട്ടുടമസ്ഥ വന്ന് വാടക അടയ്ക്കാത്തതിന് ഇവളെ വഴക്കു പറയുന്നു. അച്ഛൻ കാശ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി സമയം തരണമെന്ന് പറയുന്ന ഇവളോട് ആക്ച്വലി കുട്ടിയുടെ അച്ഛനുമായി കുട്ടിക്ക് വല്ല കോണ്ടാക്ട് ഉണ്ടോ, ഇനി ഇല്ലെങ്കിലും ഈ വീക്ക് കാശ് തന്നില്ലെങ്കിൽ വേറെ സ്ഥലം നോക്കിക്കോളാൻ ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലെത്തുന്ന യൂനായിയുടെ കീറിയ പാൻസ് ശ്രദ്ധിക്കുന്ന നാൽദങ്ങിനെ കണ്ട് ഹനയും കിംസാഹിയും കളിയാക്കുകയാണ്. ഇവനത് ഇഷ്ടമാകുന്നില്ല. അതിനുശേഷം അന ഫ്രണ്ടിനോട്, ഇവളീ കീറിയ പാൻസ് എന്താ മാറ്റാത്തെ, ഇവളുടെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ചീപ്പാണല്ലോ, ഇവളിനി ഗതിയില്ലാത്ത വീട്ടിലായിരിക്കുമോ, അങ്ങനെയെങ്കിൽ നമുക്കൊരു തമാശ ഒപ്പിച്ചാലോ എന്ന് ഹന പറയുകയാണ്. അടുത്ത സീനിൽ ക്ലാസ്സിലെത്തുന്ന യൂനായി അവളുടെ ഡെസ്കിന്റെ അടിയിൽ കിടക്കുന്ന ക്യാഷ് കണ്ട് ആദ്യം അതെടുക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതെടുക്കുന്നു. പെട്ടെന്ന് തന്നെ നാൽദങ് കയറി വരുമ്പോൾ ഇവൾ ആകെ ഞെട്ടി അങ്ങ് സ്ട്രെക്കായി ഇരിക്കുകയാണ്. ഇതേ സമയം ക്ലാസ്സിലെത്തുന്ന അന, എന്റെ ക്യാഷ് കാണാനില്ല, ഇവിടെ എവിടെയോ വീണു, നീ എങ്ങാനും കണ്ടോ എന്ന് നാൽദങ്ങിനോട് ചോദിക്കുന്നത് കേട്ട് യൂനായി ആകെ ഇല്ലാതാവുകയാണ്. ഹനയുടെ മുള്ളു വെച്ചുള്ള വർത്താനം കേൾക്കുന്ന നാൽദങ് യുനായിനെ ശ്രദ്ധിക്കുന്നു. ഹനയാണെങ്കിൽ ഛേ, നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവോ, ആ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ വല്ല ചാരിറ്റിക്ക് കൊടുത്തു എന്ന് വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് ഇവൾ തിരിയുമ്പോൾ ഇവളുടെ മുഖത്ത് വളരെ സന്തോഷമാണ് കാണുന്നത്. എന്ന ഫ്രണ്ടിനൊരു ചെറിയ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ഇതേ സമയം യൂനായി, ഈ കാശല്ല, ഞാനാണ് വൃത്തികേട്, അങ്ങനെ വിചാരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിൽ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി വീട്ടിലിരിക്കുന്ന ഇവള് ഒരു ഗിഫ്റ്റ് എടുത്ത് അതിന് കീ കൊടുക്കുകയാണ്. അത് അവളുടെ അച്ഛൻ ചെറുപ്പത്തിൽ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കും. ഇതുപോലത്തെ ഒരു വീട് നമ്മൾ വാങ്ങിച്ച് അതിൽ താമസിക്കുമെന്ന് അച്ഛൻ ഇവൾക്ക് അന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഒരു സ്വപ്ന ലോകത്തേക്ക് വഴുതി വീഴുന്നു. ആ ഗിഫ്റ്റിലേതുപോലെ തോന്നിക്കുന്ന ഒരു വീട്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആ വീട്ടിൽ തന്റെ കുഞ്ഞനിയെത്തി സന്തോഷത്തിൽ പാറി നടക്കുന്നതും അച്ഛൻ ഗിഫ്റ്റുകളുമായി വരുന്നതും സെർവൻസ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുമെല്ലാം മനോഹരമായ ഒരു പാട്ടിലൂടെ കാണിക്കുകയാണ്. ആ പാട്ടിന്റെ അവസാനം അവൾ അവളുടെ അമ്മയെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ആ ഡ്രീം അവസാനിക്കുന്നു. ഇവൾ അവിടെ നിന്നും നേരെ പോകുന്നത് ആ മെജീഷ്യന്റെ അടുത്തേക്കാണ്. എന്നാൽ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ഇവൾ തിരിച്ചു പോകുന്ന ടൈമിൽ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആ മെജീഷ്യൻ അവിടെ ഉണ്ടായിരിക്കും. എന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു വന്നതിന് താങ്ക്സ്, ഞാൻ നല്ലൊരു ഷോ തന്നെ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറയുന്ന ഇയാളോട്, ഞാൻ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടു വന്നതല്ല, അതപ്പോ തന്നെ ഞാൻ കളഞ്ഞു എന്നിവൾ പറയുന്നു. എന്നിട്ട് അത് നിന്റെ പോക്കറ്റിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് മെജീഷ്യൻ പറയുന്നത് കേട്ട് ഇവൾ നോക്കുമ്പോൾ ആ ഇൻവിറ്റേഷൻ കാർഡ് ഇവളുടെ പോക്കറ്റിൽ നിന്ന് വീണ്ടും കിട്ടുകയാണ്. ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വന്നത് നിങ്ങൾ ഇന്നലെ എന്റെ കയ്യിൽ നിന്നും എടുത്ത ക്യാഷ് തിരിച്ചു വാങ്ങാനാണെന്ന് ഇവൾ പറയുമ്പോൾ ആ മെജീഷ്യൻ ആ ക്യാഷ് എടുത്ത് ആദ്യം ഒരു പേപ്പറാക്കി മാറ്റുന്നു. അതിനുശേഷം അത് ഡബിൾ ആക്കി ഇവൾക്ക് കൊടുക്കുമ്പോൾ ഇവൾക്ക് രാവിലത്തെ ഇൻസിഡന്റ് ഓർമ്മ വരികയാണ്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് എന്റേത് എന്ന് പറഞ്ഞ് അതിൽ ഒരെണ്ണം എടുത്ത് ഇവൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവളെ പിടിച്ചു നിർത്തി ഇയാൾ ഇവളുടെ ഷൂസിന്റെ ലേസ് കെട്ടിക്കൊടുക്കുകയാണ്. നന്നായി ഓടുമ്പോൾ നേരെ നോക്കി ഓടണം, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വീഴും, അങ്ങനെ വീഴൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ ശേഷം അയാൾ അയാളുടെ മാജിക് ഉപയോഗിച്ച് ഒരുപാട് ബബിൾസ് ഉണ്ടാക്കുകയാണ്. ഇത് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന യൂനായിയെ നോക്കി, നിന്റെ പാൻസിലെ ബബിൾസ് പോലെ ക്യൂട്ടാണല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗിൽ ഇവളും സിസ്റ്ററും ആ ക്യാഷ് കൊണ്ട് ഫുഡൊക്കെ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇവളുടെ സിസ്റ്റർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനുശേഷം സ്കൂളിലെത്തുന്ന ഇവളെ ഹന മനഃപൂർവ്വം തട്ടി, ആ പുതിയ പാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് കളിയാക്കുന്നു. ഇത് നാൽദങ് കാണുന്നുണ്ട്. ക്ലാസ്സിലാണെങ്കിൽ ആ വീട്ടുടമസ്ഥ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് യൂനായി ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ എത്തുന്ന നാൽദങ് ഇവൾ ഉറങ്ങുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് യൂനായി എണീക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി മാത്സിൽ ഡൗട്ട് ചോദിക്കുന്നു. ഇവളത് കൂളായി ചെയ്യുന്നത് കണ്ട്, നിനക്ക് മാത്സ് ഇത്രയ്ക്ക് ഇഷ്ടമാണോ, അതോ നീ അതിൽ ബെസ്റ്റ് ആയതുകൊണ്ടാണോ? ഞാൻ വീണ്ടും പറയുന്നു, നീയല്ല, നിന്നെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചർ ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്ന ഇവനോട്, മാത്സ് നല്ല രസമല്ലേ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആൻസേഴ്സ് കിട്ടും. ഈ ലോകത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും ആൻസേഴ്സ് ഇല്ലാത്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതിനേക്കാൾ ഭേദമാണ്, അതായത് കാശ്, എൻ്റെ അച്ഛൻ, എൻ്റെ ഈ നശിച്ച ലൈഫ് എന്നിവൾ മനസ്സിൽ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. യൂനായി ആണെങ്കിൽ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഈ റിയൽ മാജിക് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ട്, നീ എന്താ കൊച്ചു കുട്ടിയെങ്ങാനും ആണോ, എന്താ സംഭവം എന്നിവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ അന്ന് രാത്രി പാർട്ട് ടൈം ജോബ് കഴിഞ്ഞു പോകുന്ന ഇവൾക്ക് മുതലാളി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഇവള് ഇയാളോട് ഇവളുടെ അവസ്ഥ പറയുകയാണ്. എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെയില്ല, ഒരു ടോയ് കമ്പനി ആയിരുന്നു ആൾക്ക്, കടം കയറി കടക്കാരെ പേടിച്ച് ഒളിവിലാണ്, കുറച്ച് ക്യാഷ് അഡ്വാൻസ് ആയി തന്നാൽ വീട്ടുവാടക അടയ്ക്കാം, ഞാൻ നന്നായി ജോലി ചെയ്ത് തിരിച്ച
തിരിച്ചടയ്ക്കാമെന്ന് ഇവൾ പറയുന്നത് കേട്ട് ഇയാൾ ക്യാഷ് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഇയാൾ ഒരു നല്ല വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് ഇവളോടുള്ള സമീപനം മാറുന്നത് കാണുമ്പോൾ ഇയാളുടെ ഉദ്ദേശം ഇവൾക്ക് മനസ്സിലാവുന്നു. ഇയാളെ തള്ളി മാറ്റുന്ന ഇവൾ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആവശ്യമില്ലാതെ ഇയാൾ ഓരോന്ന് പറഞ്ഞ് ഇവളെ ചീത്ത പറയുന്നു. ആ ടൈമിൽ എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്ന് ഇവൾ മനസ്സിൽ പറയുമ്പോഴേക്കും ആ മജീഷ്യൻ അവിടെ എത്തുന്നു. നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന ആ കടയുടമയോട് മജീഷ്യൻ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇയാളെ അപ്രത്യക്ഷനാക്കുന്നു. അതിനുശേഷം ഇവളെ നോക്കി കൂളായി ചിരിക്കുന്ന ഇയാളെ കാണുമ്പോൾ ഇവൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ അവസാനിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവൾ ആ കടയിലെത്തി കട തുറന്നിട്ടുണ്ടോ, മുതലാളി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരിക്കില്ല. ഇവൾ അവിടെ ഒരു ലെറ്റർ ഇടുന്നുണ്ട്. അതിനുശേഷം ദൂരെ ഒരു സ്ഥലത്തിരുന്ന് ഇവൾ ആ മജീഷ്യന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ ടൈമിൽ ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവൾ ആലോചിക്കുകയാണ്. അതായത് ആ മലമുകളിലെ തീം പാർക്കിൽ ഒരു സുന്ദരനായ മജീഷ്യൻ ഉണ്ട്. ആൾക്ക് ശരിക്കും വട്ടാണ്. ആള് റിയലായി മാജിക് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഇവളെ ദൂരെ നിന്ന് കാണുന്ന ആ മജീഷ്യൻ ഇവളെ അങ്ങോട്ട് വിളിക്കുകയാണ്. സാർ എങ്ങനെയാ ഇന്നലെ അവിടെ എത്തിയതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ നീ ഇന്നലെ കരഞ്ഞുകൊണ്ട് മനസ്സിൽ ഹെൽപ്പ് ചോദിച്ചില്ലേ, അതിലൂടെ പോകുന്ന ഞാനത് കേട്ടു, അങ്ങനെ എത്തിയതെന്ന് ഇയാൾ ഉത്തരം പറയുകയാണ്. അപ്പൊ ഇവള് സാർ എന്റെ ബോസിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ അപ്രത്യക്ഷമായി എന്ന് മജീഷ്യൻ പറയുന്നത് കേട്ട് എങ്ങോട്ട് എന്നിവൾ ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല എന്ന് ഇയാൾ കൂളായി പറയുമ്പോൾ നിങ്ങൾ അയാളെ കൊന്നോ എന്ന് പേടിച്ചുകൊണ്ട് ചോദിക്കുന്ന ഇവളോട് അയാള് ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയട്ടെ, 2 തരത്തിലുള്ള മാജിക് ആണുള്ളത്. ഒന്ന് കണ്ടാൽ ഫേക്ക് ആണെന്ന് തോന്നുമെങ്കിലും റിയൽ ആയിരിക്കും. എന്നാൽ മറ്റൊന്ന് കണ്ടാൽ റിയൽ ആണെന്ന് തോന്നുമെങ്കിലും ഫേക്ക് ആയിരിക്കും. ഇതിലേതാ എന്റെ എന്ന് ഇവളോട് ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. എന്റെ റിയൽ ആണെന്ന് പറഞ്ഞ് ഇയാൾ ചിരിക്കുമ്പോൾ നിങ്ങളോട് ഇനിയും സംസാരിച്ചാൽ എനിക്ക് വട്ടാകും. ഇന്നലെ ചെയ്ത ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെ തട്ടിക്കൂട്ട് മാജിക് ഒന്നും ചെയ്ത് നടക്കാതെ നിങ്ങൾക്ക് വല്ല പണിക്കും പൊക്കൂടെ എന്നിവൾ പറയുമ്പോൾ ഞാൻ റിയൽ ആണെന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് ഇയാൾ തിരിച്ചു പറയുകയാണ്. അങ്ങനെ റിയൽ മാജിക് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഇവളോട് നീ എന്തിനാ ഇങ്ങനെ സീരിയസ് ആവുന്നേ? ചെറുപ്പത്തിൽ സാന്താക്ലോസ് മാജിക് ഒക്കെ നമ്മൾ വിശ്വസിക്കാറില്ലേ, അത് കുറച്ചുകൂടി വലുതായാലും വിശ്വസിക്കാൻ പാടില്ല എന്നുണ്ടോ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ഇവൾ ഇമോഷണൽ ആവുകയാണ്. ഞാനിപ്പോ കുട്ടിയൊന്നുമല്ല. നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ടെൻഷനും വിഷമവും ഉണ്ടാവില്ല. എന്നാൽ എന്റെ അച്ഛനെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ അങ്ങനെയല്ല. ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തള്ളി നീക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന ഇവളോട് നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന പതിവ് ചോദ്യം കേട്ട് ഇവൾ ചൂടായി ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ മജീഷ്യൻ അവിടെ ഒരു മാജിക് ചെയ്യാണ്. ഒരു ബട്ടർഫ്ലൈ പറന്നുപോയി അവിടെയെല്ലാം പ്രകാശം പരത്തുന്നത് കണ്ട് ഇവളുടെ കിളി പോവുകയാണ്. അതിനുശേഷം മനോഹരമായ ഒരു ഗാനത്തിലൂടെ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അത്രയും നേരം അവൾ അവിടെ കണ്ടൊരു സ്ഥലമല്ല പിന്നീട് അവൾ കാണുന്നത്. ഇതെല്ലാം കണ്ട് ഇവൾ ഞെട്ടി ഇതൊക്കെ നടന്നുകൊണ്ട് കാണുകയാണ്. യന്ത്ര ഊഞ്ഞാലിൽ കയറുന്ന ഇവള് തെളിഞ്ഞ ആ ആകാശത്ത് വർണ്ണാഭമായ പൂത്തിരികൾ വിരിയുന്നത് കാണുമ്പോൾ ഇവളുടെ കണ്ണുകൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് ചുറ്റും ഒരുപാട് ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവസാനം ഇയാൾ ഇവളോട് ഇതിനെയാണ് മാജിക് എന്ന് പറയുന്നത്, ഇപ്പൊ നീ പറ മാജിക്കിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ചുറ്റും നോക്കി ഇവളുടെ മനസ്സിൽ തന്റെ അമ്മയോടെന്നോണം പറയുകയാണ്. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കണ്ട് ഇത് ഫേക്ക് ആണെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്റെ മുന്നിൽ നിൽക്കുന്ന ആളപ്പോ ശരിക്കും ഒരു മജീഷ്യനാണോ എന്ന ഈ ഒരൊറ്റ വരിയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.